ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളവും ഗവൺമെന്റിന്റെ ഗ്രാൻഡും വാങ്ങിയിട്ട് ഗവൺമെന്റ് സ്കൂളുകളെ തകർക്കുന്ന രീതിയിലുള്ള എയ്ഡഡ് സ്കൂളുകളെ കുറച്ച് പരിപാടികൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു സ്കൂളിൽ പുതിയതായിട്ട് ഒരു 21 സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ഒരു അധ്യാപകന് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് ഏകദേശം ഡൊണേഷൻ ആയിട്ട് വാങ്ങുന്നത് മാനേജ്മെന്റ് 45-50 ലക്ഷം രൂപയാണ്. ഈ 45-50 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് വേറെയുള്ള സ്കൂളുകളിൽ നിന്ന് പൊതുവെ ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികളുടെ പാരൻസിനെ കൺവീൻസ് ചെയ്തിട്ട് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന പാക്കേജും കാര്യങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് സ്കൂളിലുള്ള സാറുമാർക്കോ അല്ലെങ്കിൽ മാനേജ്മെന്റിനോ PTA ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 45 ലക്ഷം ഇല്ലെങ്കിൽ 50 ലക്ഷം വാങ്ങിയിട്ട് അവർക്ക് ഹോസ്റ്റൽ ഇല്ലെങ്കിൽ ഫുഡ് ബാഗ് എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് കൊടുക്കാൻ കഴിയില്ല. കുട്ടികളെ നീഡായിട്ടുള്ള സ്കൂൾ ബസ് ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ലാബും കാര്യങ്ങളും ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ പുസ്തകം, അതേപോലെ തന്നെ ഉച്ചഭക്ഷണം കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് സ്കൂളിൽ ഒരുക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും കുട്ടികൾ ഇവിടെ TC വാങ്ങാൻ വരുമ്പോൾ സമയത്ത് പാരൻസ് പറയണത് ഇവിടെ പഠിപ്പ് കുറവാണ്, ഇല്ലെങ്കിൽ ബസ് സർവീസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. കാരണം എന്ന് വെച്ചാൽ ഈ വർഷങ്ങളായിട്ട് 10ാം ക്ലാസ്സിൽ 100% ആ ഒരു ലെവലിൽ എന്തുണ്ട്, വിജയ ശതമാനം ഉണ്ട്. എന്നിട്ടും പാരൻസ് അങ്ങനെ വന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എയ്ഡഡ് സ്കൂളുകളെ അല്ലെങ്കിൽ ആ മാനേജ്മെന്റിന്റെ കൺവീൻസിങ് മാത്രമാണ്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഗവൺമെന്റ് സ്കൂളുകളുടെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഭാവിയിലുള്ള വിദ്യാഭ്യാസത്തിനെ നല്ല രീതിയിൽ ബാധിക്കും, അത് ഉറപ്പാണ്. സോ ഇത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്.